ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അഗൈൻ യു കെ എജു പ്ലസ്. എല്ലാവർക്കും യു കെ എജു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി യു കെ എജു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? അപ്പോൾ സാമൂഹിക സങ്കല്പം എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ: ചാൾസ് റൈറ്റ് മിൽസ്. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ: സോഷ്യോളജിക്കൽ ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ്, അതായത് സോഷ്യോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അടുത്ത 3ാമത്തെ ചോദ്യം: വാട്ട് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ പ്രോബ്ലംസ് ഡീപ്ലി? ആൻസർ: സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതായത് സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ പഠിക്കാൻ സഹായിക്കുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? സാമൂഹിക സങ്കല്പത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ബ്രോഡനിങ് ദ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ്, അതായത് വിശാലമായ വ്യക്തിഗത വീക്ഷണമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സാമൂഹിക സങ്കല്പത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്, ഒരു ഫീച്ചർ എന്ന് പറയാവുന്നത്. അപ്പോൾ 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഈസ് കോമൺ സെൻസ് നോളജ് ഫോംഡ്? എങ്ങനെയാണ് സാമാന്യ ബോധജ്ഞാനം ഫോം ചെയ്യുന്നത്? ഏതെല്ലാം രീതിയിലൂടെയാണ്? ആൻസർ: ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ്, സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് കൾച്ചറൽ നോളജ്. അതായത് കോമൺ സെൻസ് നോളജ് ഫോം ചെയ്യുന്നത് പ്രധാനമായിട്ടും പേഴ്സണൽ എക്സ്പീരിയൻസസ്, വ്യക്തിഗത അനുഭവങ്ങളിലൂടെ, പിന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, സാമൂഹിക ഇടപെടൽ, ദെൻ കൾച്ചറൽ നോളജ്, സാംസ്കാരികപരമായിട്ടുള്ള അറിവ്. ഇതിലൂടെയൊക്കെയാണ് ഒരു വ്യക്തിയുടെ കോമൺ സെൻസ് നോളജ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ അനാലിസിസ്? സാമൂഹിക വിശകലനം അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ അനാലിസിസ് ഈസ് ടു എക്സാമിൻ ഹൗ സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് അഫക്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അതായത് സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹിക ബന്ധങ്ങളും, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹിക സ്ഥാപനങ്ങളും, സോഷ്യൽ സ്ട്രക്ചേഴ്സ്, സാമൂഹിക ഘടന, അതുപോലെ സോഷ്യൽ പ്രോബ്ലംസ്, സാമൂഹിക പ്രശ്നങ്ങൾ, ഇവയെല്ലാം വ്യക്തികളെയും അതുപോലെ സൊസൈറ്റിയെയും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറയുകയാണെങ്കിൽ സോഷ്യൽ അനാലിസിസ്. അപ്പോൾ സോഷ്യൽ അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ സ്ട്രക്ചേഴ്സ്, സോഷ്യൽ പ്രോബ്ലംസ്, ഇതൊക്കെ എങ്ങനെയാണ് വ്യക്തികളെയും സമൂഹത്തെയും അഫക്റ്റ് ചെയ്യുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഈ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓണപ്പരീക്ഷയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ 2 ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് ചോദിക്കുന്ന. അടുത്ത് നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്?
സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പ്രധാനപ്പെട്ട പരിമിതികൾ. ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് പ്രതീക്ഷിക്കാം. ആൻസേഴ്സ്: റിലീസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്, ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്നുണ്ട്. ദെൻ പ്രൊവൈഡ്സ് ഒൺലി പാർഷ്യൽ നോളജ്, ഭാഗികമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് നൽകുന്നത്, കോമൺ സെൻസ് നോളജ്. ദെൻ കോംപ്ലെക്സ് സോഷ്യൽ പ്രോബ്ലംസ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്, സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദെൻ ബേസസ് ഇറ്റ് സെൽഫ് ഓൺ സ്റ്റീരിയോടൈപ്പ്, വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയാണ്. ദെൻ ലാസ്റ്റ് പോയിൻ്റ്, നോട്ട് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഒബ്സർവേഷൻസ് ഓർ സ്റ്റഡീസ്, ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനമില്ല. അപ്പോൾ ഈ പറയുന്ന 5 പോയിൻറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോമൺ സെൻസ് നോളജിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആണ് ഈ 5 പോയിൻറ്റ്സ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് പോകുമ്പോൾ, പരീക്ഷയ്ക്ക് മുൻപായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഈ 4 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ 1 മാർക്കിൻ്റെ ചോദ്യം, അതുപോലെ 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അടുത്ത് നമുക്ക് എസ്സേ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം: വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക സങ്കല്പം, അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചത്. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഫസ്റ്റ് പോയിൻ്റ്, ബ്രോഡർ ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവ്, വിശാലമായ വ്യക്തിഗത വീക്ഷണം ഉണ്ടാവും. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ദെൻ സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം പ്രതിഫലനം. ദെൻ എമ്പതി ആൻഡ് ടോളറൻസ്, അനുതാപവും സഹിഷ്ണുതയും. ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ചിന്ത. ദെൻ ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യൽ നോംസ്, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യൽ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം. ഈ പോയിൻറ്റ്സ്, അതായത് ഈ 6 പോയിൻറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററിലെ ഓണത്തിന് വരാവുന്ന ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളുമാണ്, ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററായിട്ട് വരാം. അതായത് ഓണപരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചാപ്റ്ററിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും എക്സാമിന് പോകുന്നതിന് മുൻപായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോവുക. ഓക്കെ.